لو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധികളും വിലക്കുകളും യഥാവിധി പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുവഹിദുകളിൽ അവൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്താ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള കാട്ടുതീ വിശ്വാസി എന്നുള്ള നിലക്ക്, വിശ്വാസിനികൾ എന്നുള്ള നിലക്ക് അവിടെ പടർന്നുകൊണ്ടിരിക്കുന്ന തീയിൽ നമുക്ക് എന്താണ് ചിന്തിക്കാനുള്ളത്, പാഠങ്ങളായിട്ടുള്ളത് എന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ശക്തമായ കാറ്റ് വരികയും ധാരാളം ഉണങ്ങിയ മരങ്ങൾ അവിടെ ഉള്ളതിനാലും 40,000-ലധികം ഏക്കർ ഭൂമി കത്തി നശിക്കുകയും 20-ലധികം മരണങ്ങൾ, അതേപോലെ തന്നെ ബില്യൺ കണക്കിന് ഡോളറുകൾ നഷ്ടത്തിന്, അതിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഏത് വിഷയത്തിലും എന്ന പോലെ ഈ വിഷയത്തിലും നമുക്ക് ചില പാഠങ്ങളുണ്ട്, ചിന്തിക്കാൻ വകയുണ്ട്. പലപ്പോഴും പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ അതിനേക്ക് കൂട്ടി വായിച്ച് പലരും ഇത് റബ്ബ് കൊടുത്ത ശിക്ഷയാണ് അല്ലെങ്കിൽ പരീക്ഷണമാണ് എന്നുള്ള രൂപത്തിലൊക്കെ പല അഭിപ്രായങ്ങൾ പറയുകയും ആ വിഷയത്തിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ വിഷയത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് അള്ളാഹു ഇറക്കിയിട്ടുള്ളൊരു ശിക്ഷയാണോ, പരീക്ഷണമാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. പ്രവാചകന്മാർ നിലവിൽ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടും വഹീ നിലച്ചതുകൊണ്ടും നമുക്കങ്ങനെ ഉറപ്പിച്ചു പറയാൻ വകുപ്പില്ല. ഫിലിസ്തീനിലെ സഹോദരങ്ങളെ, അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും ഉള്ള അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും അതിന് ഒരുപക്ഷെ കാരണക്കാരാവുകയും ചെയ്ത ലോക പോലീസ് എന്ന് വിളിപ്പേരുള്ള ഇത്ര വലിയ ഒരു രാജ്യം, ഒരാഴ്ചയിലധികമായി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ചെറിയൊരു, അവരെ സംബന്ധിച്ചിടത്തോളം സർവ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, അഹങ്കരിക്കുന്ന അത്ര വലിയൊരു ശക്തിക്കു നേരെ അള്ളാഹു വെച്ചിട്ടുള്ള ഇങ്ങനെയൊരു സംഭവത്തെ പ്രതിരോധിക്കാൻ, പ്രതികരിക്കാൻ, അതിനെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ പോലും ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഇതിന്റെ കാരണങ്ങളും അതിനുള്ള മറ്റു പാഠങ്ങളുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ അവ നമുക്ക് പകരുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇതുവഴി ഒരുപാട് നാശങ്ങൾ, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ പല സംഭവങ്ങളും മുൻപ് വന്നു പോയിട്ടുള്ള സമുദായങ്ങളിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. കാറ്റിനാൽ ശിക്ഷിക്കപ്പെട്ട സമൂഹം
ഹൂദ് അലൈഹിസ്സലാം അയക്കപ്പെട്ട ആദ് സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത് ഇങ്ങനെയുള്ളൊരു കാറ്റിലൂടെയായിരുന്നു. നമ്മളൊക്കെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടാവും. റമദാനൊക്കെ ആകുമ്പോൾ 2, 3, 4 തവണയൊക്കെ ഖത്മ് തീർക്കുന്ന ആളുകളായിരിക്കും നമ്മൾ. പക്ഷേ ഖുർആനിൽ ആശയപരമായി അതല്ലെങ്കിൽ എന്താണത് നമ്മോട് ഉണർത്തുന്നത് എന്നത് അർത്ഥസഹിതം പഠിക്കാൻ നമ്മൾ എത്ര പേർ റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു പറയാണ്, കദ്ദബത് ആദുൻ ഫകൈഫ കാന അദാബി വനുദുർ. ഇത്തരം സമൂഹത്തിന് ശിക്ഷ വരാനുള്ള കാരണമായി അള്ളാഹു എല്ലായിടത്തും എണ്ണി പറഞ്ഞത് കദ്ദബ അല്ലെങ്കിൽ കദ്ദബത്ത്, അവർ സത്യത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. ആദ് സമുദായം സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു, അവർക്കിറങ്ങിയിട്ടുള്ള ആ ഉപദേശത്തെ അവർ തള്ളിക്കളഞ്ഞു. ഫകൈഫ കാന അദാബി വനുദുർ, ഇത്ര വ്യക്തമായി അള്ളാഹു ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം. അങ്ങനെ നിഷേധിച്ചതിന്റെ ഫലമായി അള്ളാഹു അവരെ മേൽ ഇറക്കിയ ശിക്ഷയും അള്ളാഹുവിന്റെ താക്കീതും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക എന്ന അർത്ഥത്തിലാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു എന്താ ചെയ്തത്? ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. വിട്ടുമാറാത്ത ഒരു ദുശകുനത്തിന്റെ ഒരു ദിവസത്തിൽ ഉഗ്രമായ ഒരു കാറ്റ് നാം അവരുടെ നേരെ അയക്കുകയും പിന്നെ തൻസിഉൻ നാസ കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖഇർ. അള്ളാഹു പറയാണ് അതിന്റെ എത്രമാത്രം ഭീമാകാരമായിരുന്നു അതിന്റെ പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനങ്ങൾ. ആ കാറ്റ് അയച്ചതിലൂടെ അന്ന് സംഭവിച്ചത് എന്താണ്? കടപുഴകി വീഴുന്ന ഈന്തപ്പന തടികളെന്നോണം മനുഷ്യരെ അത് പറിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അത്രമേൽ വലിയ കാറ്റുകളുമായി. എന്താണ് കാരണം? അത്ര വലിയ ശിക്ഷ അവർക്ക് ഇറക്കപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ കദ്ദബത്ത്, അള്ളാഹു ഇറക്കിയിട്ടുള്ള ദീനിനെ, അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ ഒരു സംഹിതയെ അവർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വിഷയം. അതേപോലെ തന്നെ അന്ന് ആ നാട് മാത്രം ബാക്കിയെല്ലാം നശിച്ചു. വീടും മറ്റെല്ലാ സൗകര്യങ്ങളും നശിച്ചു. തുരുമ്പിയ വൈക്കോൽ പോലെ ആ നാടായിത്തീർന്നു എന്നാണ് മറ്റു പല ചരിത്രങ്ങളും വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞ വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഫലമ്മ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദുൻ മുംതിറുന. ശിക്ഷയുടെ ഭാഗമായി അവർക്ക് വന്നിട്ടുള്ള ഒരു മേഘത്തെ കണ്ടപ്പോൾ അവരെന്താ പറഞ്ഞത്? ഖാലു ഹാദാ ആരിദുൻ മുംതിറുന, ഇത് മഴ നൽകുന്ന മേഘമാണ് എന്നവർ സന്തോഷിക്കുകയാണ്. പക്ഷേ അള്ളാഹ് പറഞ്ഞത് എന്താണ്? ബൽ ഹുവ മസ്തഅജൽതും ബിഹ്, നിങ്ങൾ എന്തിനാണോ ധൃതി കൂട്ടിയിരുന്നത്, അള്ളാഹ് എന്താ ശിക്ഷ ഇറക്കാത്തത് എന്ന് അവര് ചോദിച്ച വിഷയത്തിൽ നിങ്ങൾ എന്തായിരുന്നോ നിങ്ങൾ ധൃതി കൂട്ടിയിരുന്നത്, അതാണത്. റീഹുൻ ഫീഹാ അദാബുൻ അലീം, അതൊരു കാറ്റാണ്, കഠിനമായ ശിക്ഷയുള്ള കാറ്റാണ് എന്ന് അള്ളാഹു പറയാണ്. തുദമ്മിറു കുല്ല ശൈഇൻ ബിഅംരി റബ്ബിഹാ ഫഅസ്ബഹു ലാ യുറാ ഇല്ലാ മസാകിനുഹും കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ. അക്രമികളായിട്ടുള്ള ആളുകളെ അങ്ങനെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത് എന്ന് നമുക്കിതിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ അഹ്ഖാഫിലെ 24 മുതൽ 25 കൂടിയ വചനങ്ങളാണ് ഇങ്ങനെ അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സകല വസ്തുക്കളെയും അത് നശിപ്പിച്ചു കളയുന്നു. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളും അത്ര വ്യത്യസ്തരൊന്നുമല്ല. നമ്മുടെ നാട്ടിലും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ ഇത്തരം പല ആളുകളും സത്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടി വായിക്കുമ്പോൾ റബ്ബിനെ അംഗീകരിക്കുന്നിടത്ത്, റബ്ബിന്റെ നിയമങ്ങളെ അനുസരിക്കുന്നിടത്ത്, അരുതെന്ന് കൽപ്പിച്ച സംഗതികളെ മാറ്റി നിർത്തുന്നിടത്ത് നമ്മൾ എവിടെയാണ്? നമ്മൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, നമ്മൾ എത്ര ഈ ലോകം എത്ര അഹങ്കരിച്ചാലും, അധുനാധുനികതയുടെ പുതിയ ലോകത്ത് സർവ്വ സംവിധാനങ്ങളും ഉണ്ടെന്ന് അവർ ഗർവ് നടിച്ചാലും ഇതൊക്കെ അള്ളാന്റെ കയ്യിലാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള സൂറത്തു യാസീനിലെ വചനങ്ങൾ എല്ലാം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രാദികൾ, എല്ലാ സംഗതികളും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്നുള്ളത് നമ്മളെല്ലാവരും അടിക്കടി ഓർമ്മിക്കേണ്ട സംഗതിയാണ്. നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചാലും, ഏത് ഉപഗ്രഹത്തിൽ, ഏത് ഗ്രഹത്തിൽ പോയി അവിടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അള്ളാഹു അത്തരം വിഷയങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും എല്ലാം നിയന്ത്രിക്കുന്നത്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ,
ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم والشمس والقمر. ഇതൊക്കെ അള്ളാഹു എണ്ണി പറയുന്നത് സൂര്യനും ചന്ദ്രനും എന്ന് അതിന്റെ ഒക്കെ സഞ്ചാരങ്ങളും സഞ്ചാര പദങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നൊന്നിനെ മുൻകടക്കൂല. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ. പകല് രാത്രിയെ മുൻകടക്കുകയോ രാത്രി പകലിനെ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. അതങ്ങനെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ സംവിധാനങ്ങളാണ്. ഇവിടെ എന്താണ് നമുക്കുള്ള പാഠം? ഇന്നലെയൊക്കെ ആകാശത്ത് നോക്കിയാൽ കുറെ നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. കാണാൻ വളരെ ചെറിയൊരു പൊട്ട് മാത്രമാണ്. മിന്നിത്തിളങ്ങുന്ന താരകങ്ങൾ എന്നിങ്ങനെ പാട്ടൊക്കെ കേൾക്കുക. ആരാണത് പടച്ചത്, ആരാണ് സംവിധാനിച്ചത് എന്ന തലത്തിൽ ആലോചിച്ചൊരു സുബ്ഹാനല്ലാഹ് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞു? ഒരാഴ്ച മുമ്പാണ് ചന്ദ്രന്റെ അടുക്കൽ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ നമ്മളൊക്കെ കണ്ട് പല ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ഫോട്ടോ എടുക്കാനൊക്കെ നമ്മളൊക്കെ ഉഷാർ. പക്ഷെ ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ള റബ്ബിനെ കുറിച്ച് ആലോചിച്ചൊരു സുബ്ഹാനല്ലാഹ് പറയാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ നമ്മൾ എത്ര പേരുണ്ട് എന്നത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. അറബിയിലൊരു ഒരു പ്രയോഗമുണ്ട്, ജദീദാനി, രണ്ട് പുതിയ സംഗതികൾ. നമ്മളൊക്കെ ലൈഫില് നമ്മൾ സാധാരണ എന്ന് പറയും, ഇന്ന് രാവിലെ ആകുന്നു, രാത്രി ആകുന്നു, വീണ്ടും രാവിലെ ആകുന്നു, രാത്രി, എന്നും പുതിയതാണ്. ജദീദാനി എന്ന് പറഞ്ഞാൽ രാവും പകലുമാണ്. എല്ലാ ദിവസവും മാറി മാറി വരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആകാശഭൂമികളുടെ മാറി മാറി വരുന്നതിൽ. സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു ഖിൽഫത്തൻ എന്നാണ് പറഞ്ഞത്. പകല് മാറി രാത്രി വരുന്നു, രാത്രി കഴിഞ്ഞ് പകല് വരുന്നു. അങ്ങനെ അത് ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നവർക്ക് ചിന്തിക്കാൻ അതിൽ വകയുണ്ട്. ഇതാണ് ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയുന്നത്. വൽ ഫുൽക്ക്, കപ്പലുകൾ, അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ്, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ. വമ അൻസല അല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഈ കാട്ടുതീ പരന്ന സ്ഥലത്ത് ഒരു 10-15 മിനിറ്റ് മഴ പെയ്താൽ അത് കെട്ടടങ്ങും. തീയൊക്കെ എടുത്താൻ വെള്ളത്തിന് കഴിയും. അത്ര വെള്ളത്തിന്റെ സംഭരണി അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വായിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ സംവിധാനം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത് മഴ പെയ്തു, 2 ദിവസം മഴ പെയ്തു. ആ മഴ എന്ന് പറഞ്ഞാൽ എത്രമാത്രം വെള്ളമാണ് അത് വരുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ അവിടെ നമ്മളൊരു മുസ്ലിമായി ജീവിക്കാൻ, ആരാണ് ശരിക്കും ഒരു മുസ്ലിം എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ചവനാണ് മുസ്ലിം. അവിടെ മഴ പെയ്യുമ്പോൾ അതിനുള്ള പ്രാർത്ഥനയും, മഴ കിട്ടിക്കഴിഞ്ഞാൽ മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന് വരാൻ, അത്രമേൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരായി മാറണം നമ്മൾ. ഇത്രയും ഒക്കെ വിഷയങ്ങൾ അള്ളാഹു എണ്ണി പറഞ്ഞു. അതേപോലെ തന്നെ വെള്ളത്തിൽ ആകാശത്ത് നിറക്കുന്ന വെള്ളം, ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, വെയിലിന്റെ കാഠിന്യം കൊണ്ട് ഭൂമി വരണ്ടുണങ്ങിയോടത്ത് ഒരു മഴ പെയ്യുമ്പോഴേക്ക് പച്ച പുൽനാമ്പുകൾ പുതിയത് മുളച്ചു വരുന്നു. ഭൂമി എത്ര നമ്മൾ കൈകൊണ്ട് കുത്തിയാൽ, എത്ര കൈക്കോട്ടെടുത്തിട്ടാണ് നമ്മൾ ഇത് കൊത്തി ഇളക്കുന്നത് ഭൂമി. ആ ഇളക്കുന്ന ഭൂമി പിളർത്തി വരുന്നത് എന്താണ്? ഒന്ന് ഞൊടിച്ചാൽ പൊട്ടിപ്പോകുന്ന അത്രമാത്രം ബലമുള്ള ചെറിയ നാമ്പുകൾ ആ ഭൂമിയെ പിളർത്തി മുന്നോട്ട് വരുന്നു. ആരാണ് അവർക്ക് ശക്തി കൊടുത്തത്? അത് മുളച്ചു പൊന്തുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് നമ്മൾ പറയും, ആലോചിക്കുന്നവർ പറയും സുബ്ഹാനല്ലാഹ്. ഫാലിഖുൽ ഹബ്ബി വന്നവ, ഈ ഹബ്ബ് ധാന്യങ്ങളെയും ഇത്തരം വിത്തുകളെയും മുളപ്പിക്കുന്നത്, അതിനെ ഭൂമി പിളർത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്റെ റബ്ബാണ് എന്ന്. ആ റബ്ബിന്റെ ഖുർആനാണ് നമ്മൾ ഓതുന്നത്. നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതിയിട്ടുണ്ടാകും. അതിങ്ങനെ ഓതുമ്പോൾ ഹാദാ കലാമു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ വചനങ്ങളാണ്. നമ്മളാരും പറഞ്ഞ വാക്കുകളല്ല, വർത്തമാനമല്ല, ഇതെന്റെ റബ്ബിൻ്റെതാണെന്ന് കൃത്യമായ ബോധ്യം ഇത്തരം വചനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഇത്തരം കാഴ്ചകൾ നേരിൽ കാണുമ്പോൾ നമുക്ക് എത്ര പേർ ആലോചിക്കുന്നുണ്ട് അൽഹംദുലില്ലാ പറയാൻ, ആ റബ്ബ് ഇറക്കിയിട്ടുള്ള ദീനനുസരിച്ച് ജീവിക്കുന്നതിൽ ഞാൻ തൃപ്തനാണെന്ന് പറയാൻ, യഥാർത്ഥ മുസ്ലിം ആവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നു എന്ന് നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. ഭൂമിയിൽ അവൻ എല്ലാ ജന്തുക്കളെയും അവൻ വ്യാപിപ്പിച്ചു. കാറ്റുകളുടെ ഗതിക്രമം അവൻ നിയന്ത്രിക്കുന്നു. വസഹാബ്, മേഘങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു. ബൈനസ്സമാഇ വൽ അർദ്, ഇതൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് ലആയാതിൻ ലിഖൗമി യഖിലൂൻ, ഇതിലെല്ലാം ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു പറയാണ്.
പ്രകൃതിയുടെ നിയന്ത്രണമൊക്കെ മഹാന്മാരുടെ കയ്യിലാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. പ്രകൃതിയുടെ നിയന്ത്രണം മഴ പെയ്യിപ്പിക്കുന്നത് തിന്നാലാണ്, അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ട്, എന്താണ് മുദബ്ബിറുൽ ആലം? പക്ക ശിർക്കിന്റെ വർത്തമാനമാണ്. അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് മുദബ്ബിറുൽ ആലം എന്ന് പോകുമ്പോൾ, മടവൂരാര പഠിച്ചവനാണോ എന്നുള്ള പാട്ട് പാടുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഒരു ഗീറത്ത് നമ്മുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ, ആ തൗഹീദിനെ ഉൾക്കൊള്ളുന്നതിൽ, ദീനിനെ പൂർണ്ണമായി പുൽകുന്നതിൽ എവിടെയോ ചില പരിക്കുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ. ആ മടവൂരിനെ കുറിച്ച്, നമ്മുടെ ജില്ലയിൽ ജീവിച്ചു മരിച്ചുപോയ ആ മനുഷ്യനെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നവർ ഉള്ള നാട്ടിലാണ് നമ്മളുള്ളത്. നമ്മളെ നാട്ടും അത് വിദൂരത്തല്ല. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വരാം. അങ്ങനെയുള്ള ചെയ്തികളാണ് നമ്മുടെ കൂടെയുള്ള ആളുകളിൽ നിന്ന് വരുന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെയാണ് ഇതൊക്കെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. ഒരു ഇല പൊഴിയുന്നത് പോലും അവൻ അറിയാതെയില്ല എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, എന്താ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്? നമ്മളൊക്കെ രാവിലെ വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്, വല തക്കിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. എന്താണ് അതിന്റെ അർത്ഥം? ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ നിയന്ത്രണം പഠിച്ചോനെ നീ എന്നെ ഏൽപ്പിക്കുക. നമുക്ക് കഴിയൂല. നമ്മുടെ ഈ ശരീരത്തിലുള്ള സംവിധാനങ്ങളൊക്കെയും അതൊക്കെ റൺ ചെയ്യുന്നത് അള്ളാഹു വെച്ച സംവിധാനത്തിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ്. അത് ഒരു നിമിഷം നമുക്ക് തന്നാൽ കഥ കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുന്നത്, വലാ തക്കിൽനി അലാ നഫ്സി ത്വർഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ നിയന്ത്രണം പഠിച്ചോനെ എനിക്ക് നീ തരരുത്. ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, നമ്മളെ മാത്രമല്ല പ്രപഞ്ചം അഖിലവും നിയന്ത്രിക്കുന്നത് അവന്റെ കയ്യിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ്. ചെന്നൈയില് പ്രളയം വന്ന അന്ന് കുറെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പ്രളയം കഴിഞ്ഞിട്ടൊരാള്, അന്ന് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വലിയ അക്കത്തിന്റെ സംഖ്യ എണ്ണിയാൽ ഇങ്ങനെ 6 അക്കം 7 അക്കം, എന്റെ അത്രയും സംഖ്യ എന്റെ ATM ഉണ്ട്. കയ്യിൽ ATM ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ കഴിയില്ല, എല്ലായിടത്തും വെള്ളമാണ്. അന്ന് അയാൾ പറയാണ്, വലിയ ധനാഢ്യനായിട്ടുള്ള അയാൾ ഒരു പാക്കറ്റ് ബ്രെഡിന് വേണ്ടി യാചിക്കുന്ന അവസ്ഥ വന്നു. അള്ളാഹ് വിചാരിച്ചാൽ ഒരു നിമിഷം മതി എല്ലാം തകിടം മറിയാൻ, എല്ലാം ഇല്ലാതാകാൻ. ഒരു നിമിഷം. മനുഷ്യൻ എത്രയോ നിസ്സാരാണ് സഹോദരങ്ങളെ. വിവര സാങ്കേതിക വിദ്യ എത്ര തന്നെ ഉയർന്നാലും, AI എന്നൊക്കെ പറഞ്ഞു വിളിച്ചാലും, അവിടെ അള്ളാഹുവിന്റെ ഇന്റലിജൻസിനോളം മനുഷ്യന്റെ ഇന്റലിജൻസ് എത്തൂല. അവിടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്, വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലനായിക്കൊണ്ടാണ് എന്ന്, എത്രയോ നിസ്സാരനായിക്കൊണ്ടാണ്. വമാ ഉതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അറിവ് അവൻ അള്ളാഹു നൽകി വളരെ കുറച്ച് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പ്രകാശവർഷങ്ങൾക്കപ്പുറം ഗോളങ്ങളിലേക്ക് വരെ എത്തിയെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവർക്കാർക്കും ഈ ഒരു വിഷയം വന്നപ്പോൾ, അങ്ങനെ വലിയ ലോക പോലീസ് എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് പോലും ഇതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഇത്തരം സംവിധാനങ്ങളെ, ഇത്തരം വിഷയങ്ങളെ, ഇതിന്റെ തൊട്ടു ദിവസം മുമ്പ്, ഈ തീ വരുന്നതിന്റെ തൊട്ടു ദിവസം മുമ്പ് അള്ളാഹുവിനെ കളിയാക്കിക്കൊണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ മാർക്ക് കൊടുത്തിട്ട്, മനുഷ്യരായിട്ടുള്ള ആളുകൾക്കൊക്കെ മാർക്ക് കൊടുത്ത് ഗോഡ് എന്ന് എഴുതി കൊടുത്ത് 0. അള്ളാഹിനെ കളിയാക്കാൻ. നമ്മൾ ഈ കളിയാക്കാൻ ഉപയോഗിക്കുന്ന അല്ലല്ല എന്ന് പറയുന്ന നാവ് എങ്ങനെയാണ് ഈ സംസാരം നടക്കുന്നത്? വോക്കൽ കോഡിലൂടെ, നമ്മൾ ഈ ശ്വസനത്തിലൂടെയാണ് സംസാരം, ശബ്ദമുണ്ടാകുന്നത്. അതുപോലും ആലോചിക്കാതെ അല്ലല്ല, ഈ സംവിധാനം തന്നവനില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ്? ദൈവനിഷേധത്തിന്റെയും മതനിരാസത്തിന്റെയും കുത്തൊഴിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ല, യഥാർത്ഥ റബ്ബുണ്ട്, ഖാലിഖുണ്ട്, ഒരു ക്രിയേറ്റർ ഈ ലോകത്തിനുണ്ടെന്ന് വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. ആ റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്കാകണം. അവിടെയാണ് അവന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത്. പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്ക്, ഇന്നൊരു സ്റ്റാറ്റസ് വായിച്ചു, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്ക് അള്ള തന്ന 1000 അനുഗ്രഹങ്ങളെ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. വലിയ സെന്റൻസ് ആണ്, വലിയൊരു ആശയമാണ് ആ ചെറിയ സെന്റൻസ് നൽകുന്നത്. എന്തൊരു പ്രയാസം, രോഗം വന്നിട്ടുണ്ടാകും, ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടാകും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും, കച്ചവടത്തിൽ ചെറിയ പ്രശ്നം വന്നു. അത് വരുമ്പോഴേക്ക് അപ്പുറത്തുള്ള 1000കണക്കിന് അനുഗ്രഹങ്ങളെ നിങ്ങൾ ഇല്ലാതാക്കരുത്, ചിന്തിച്ച് അതിന്റെ നിങ്ങൾ വില കളയരുത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങൾ താഴെയുള്ള ആളിലേക്ക് നോക്കണം. വല തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്.
അങ്ങനെ കുറെ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ബാക്കി വാചകമുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ വില കുറച്ചു കാണാതിരിക്കാൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. സഹോദരങ്ങളെ, ജീവിതത്തിൽ അവൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണ്. ഭൂമി മുഴുവൻ നമുക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. നിങ്ങൾക്ക് വേണ്ടി അവൻ ഭൂമിയിലുള്ളതെല്ലാം പടച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പഠിച്ചു തന്നതാണ്, സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളതാണ്. ആ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുന്നവര് നമ്മളുണ്ടോ? ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഖലീലം മാ തശ്കുറൂൻ വഖലീലും മിൻ ഇബാദിയ ശകൂർ. കുറെ സ്ഥലത്ത് കാണാം നന്ദി കാണിക്കുന്ന ആളുകളിൽ വളരെ കുറച്ചുള്ളൂ. ആ കുറച്ചിൽ പെടാൻ നമുക്ക് കഴിയണം. ആ കുറഞ്ഞ പേരിൽ പെടാൻ നമുക്ക് കഴിയണം. വലഖദ് മക്കന്നാകും ഫിൽ അർദ് വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്. പലപ്പോഴും ഈ ജോലി, പലപ്പോഴും ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോ, പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ ജോലി തിരക്കാണ്. ആരാ ഈ ജോലി തന്നത്? ആരാണ് ഈ റിസ്ക് തരുന്നത്? ആ റിസ്ക് തരുന്നവനെ കുറിച്ച് പഠിക്കാൻ, അറിയാൻ, ആ ദീന് പഠിക്കാനാണ് ഈ ക്ലാസ്സിക്ക് വിളിക്കുന്നത്. ആഴ്ചയിൽ 168 മണിക്കൂറുണ്ട് നമുക്ക്. അതിലൊരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ, അവനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എത്ര പേർ ബോധപൂർവം ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. അവനെ ഓർക്കുമ്പോഴേ അവൻ നമ്മളെ ഓർക്കുള്ളൂ. ഒരുപാട് കേട്ടുള്ള ആയത്തായിരിക്കും ഇത്. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. അവനിലേക്ക് നമ്മൾ നടന്നെടുത്താൽ അവൻ ഇങ്ങോട്ട് ഓടിയെടുക്കും. അല്ലാഹ് നമ്മൾ മറന്നുപോവാണ്. ആകെ ഓർമ്മ വരില്ലേ ഈ രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ? കുട്ടികളൊക്കെ ആകുമ്പോ പരീക്ഷയൊക്കെ നമ്മളെ ഓർമ്മ വരും. പഠിച്ചോനെ പരീക്ഷ പാസ്സാക്കണം, എളുപ്പാക്കണം. രോഗങ്ങൾ വരുമ്പോ പഠിച്ചോനെ ശിഫ. രോഗം മാറി വളരെ അനുഗ്രഹത്തിന്റെ ഐശ്വര്യത്തിന്റെ കാലത്തേക്ക് പോകുമ്പോ പിന്നെ അവിടെയും അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അതിൽ പെടാനാണ് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈവൻ നന്ദി കാണിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കും. റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. ഇപ്പൊ സമ്പത്തുണ്ട്, അത് അള്ളാഹ് തന്ന അനുഗ്രഹമാണ്. അത് വർദ്ധിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ പിടിച്ചു വെക്കല അല്ല, ആദ്യം നന്ദി കാണിക്കലാണ്. ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ ഏറ്റി തരും. ആരാ? അള്ളാഹ് പറഞ്ഞാണ്. ഒരു പാവപ്പെട്ട ഒരു കച്ചവടക്കാരന്റെ ഉന്തുവണ്ടിയിൽ ഫ്രൂട്ട്സ് വിൽക്കുന്ന കച്ചവടക്കാരന്റെ അടുത്തിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള വാചകമാണ്. കൈഫ അഖാഫുൽ ഫഖർ. ഞാൻ എങ്ങനെ ദാരിദ്ര്യത്തെ ഭയപ്പെടണം? എന്തിനു ദാരിദ്ര്യത്തെ ഭയപ്പെടണം? വഅന അബ്ദുൽ ഗനി. എല്ലാത്തിന്റെയും ധനികനായിട്ടുള്ള, ഖനിയായിട്ടുള്ള അള്ളാഹുവിന്റെ അടിമയായിരിക്കെ ഞാൻ എന്തിന് ഫഖറിന് ഭയപ്പെടണം? അള്ളാന്റെ ഖജനാവ് തീരൂല. അങ്ങനെ നന്ദി കാണിക്കാൻ, അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾക്ക് സാധിക്കണം സഹോദരങ്ങളെ. അള്ളാഹ് ചോദിച്ചൊരു വാചകമുണ്ട് ഖുർആൻ സൂറത്തു നിസായിൽ. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും. നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്തിട്ട് നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹ്ക്ക് എന്ത് കിട്ടാനാണ്? വിശ്വസിക്കുന്നുണ്ട്, നന്ദി കാണിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഖൗമിനെ ശിക്ഷിച്ചിട്ട് മാ യഫ്അലുല്ലാഹു ബിഅദാബികും, അള്ളാഹുവിന് എന്താണ് കിട്ടാനുള്ളത് എന്ന് അള്ളാഹ് തന്നെ ചോദിക്കാണ്. വകാന അല്ലാഹു ശാക്കിറൻ അലീമ. അള്ളാഹു ഷാക്കിറാണ് പറയുന്നത്. നമ്മൾ ചെയ്തു കൂട്ടുന്ന ഏതു ചെറു നന്മക്കും അതിനേക്കാൾ ഉപരി എത്രയോ ഇരട്ടി പ്രതിഫലം നൽകുന്നവനാണ് റബ്ബ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരൊറ്റ ആയത്തും കൂടി പറയാണ്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. വലൗ അന്ന അഹ്ലൽ ഖുറ, ആ ഗ്രാമത്തിലുള്ള, രാജ്യത്തുള്ള ആളുകൾ ആമനു വത്തഖൗ, വിശ്വസിക്കുകയും റബ്ബിനെ തഖ്വ കാണിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്തിന്റെ എല്ലാം നമ്മളത് അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. വലാകിൻ, പക്ഷെ അവരങ്ങനെ ആമനു വിശ്വസിച്ചിട്ടില്ല, വത്തഖൗ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അവനിൽ വിശ്വസിക്കാതെ അങ്ങനെ ജീവിച്ചപ്പോൾ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവരെന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫഅഖദ്നാഹും, അങ്ങനെ അവരെ ശിക്ഷിക്കുകയാണ്, പിടികൂടുകയാണ് അള്ളാഹു ചെയ്തത് എന്ന് സൂറത്തുൽ ആറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അഹങ്കാരം നമ്മൾ പാടെ വെടിയേണ്ട ഒന്നാണ്. നമുക്ക് കുറച്ചൊക്കെ സമ്പത്ത് ഉണ്ടാവുമ്പോഴേക്ക്, കുറച്ചൊക്കെ പഠിച്ചു വരുമ്പോഴേക്ക്, എന്തെങ്കിലുമൊക്കെ ഒരു നിലയിൽ എത്തുമ്പോഴേക്ക് ബാക്കിയുള്ള നമ്മൾ വന്ന വഴി മറന്നു പോകരുത്.
അള്ളാഹു തന്നിട്ടത് കൊണ്ടാണ് നമ്മളിങ്ങനെ, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. സഹോദരങ്ങളെ, അനുസരണക്കേട് നമ്മൾ കാണിക്കരുത്. ഒരു തിന്മ ചെയ്യുമ്പോൾ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്, നീ ചെയ്യുന്ന തിന്മയുടെ നിസ്സാരതയല്ല നീ നോക്കേണ്ടത്, ആരെയാണ് നീ ധിക്കരിക്കുന്നത് എന്നതിന്റെ അവന്റെ മഹത്വമാണ് നീ ആലോചിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. തിന്മ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചിലപ്പോൾ പിശാച് തോന്നിപ്പിക്കും. ചെയ്ത് ഓരോ തിന്മയും വിലയില്ലാതാകും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ആരോടുള്ള ധിക്കാരമാണ്, അവന്റെ ആദമത്ത്, അവന്റെ മഹത്വമാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ലൊഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അവിടെ നമ്മൾ നമ്മുടെ ചെയ്തികളെ നമ്മൾ നന്നാക്കണം, അവന് വഴിപ്പെട്ട് അവനെ നല്ലോണം മനസ്സിലാക്കി അവന് നന്ദി കാണിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അവൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ. ആ ഒരു ഫസാദിനെ കുറിച്ച് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. എന്താണ് ഈ ഫസാദ്? അബുൽ ആലിയ റഹിമഹുല്ലാ പറയുന്നു, മൻ അസല്ലാഹ ഫിൽ അർദി ഫഖദ് അഫ്സദ ഫിൽ അർദ്. ആര് അള്ളാഹുവിനെ ധിക്കരിക്കുന്നുവോ, ആരാണോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്, അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു. ലിഅന്ന സ്വലാഹൽ അർദി വസ്സമാഇ ബിത്വാഅ. ഈ ആകാശഭൂമിയിലൂടെ നല്ല നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് അനുസരണയിലൂടെയാണ് നിലനിൽക്കുന്നത്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ, കാട്ടുതീ പകർന്ന ഈ ഒരു രാജ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, പല രാജ്യങ്ങളുടെയും അതിന്റെ തകർച്ചയിൽ, അതില്ലാതാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന രാജ്യമായിരുന്നു ഇത്. അവിടെയൊക്കെ ഈ ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ എടുത്തു പറയുന്നത്, ഈ ദുരന്തങ്ങൾക്കുള്ള കാരണം മുൻഗാമികളിൽ ഉണ്ടായത് അവിടെയുള്ള തിന്മകളായിരുന്നു. ഈ തിന്മകൾ അവിടെ കണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം തിന്മകൾ എത്രയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇത് ഒരുപാട് വചനങ്ങളിൽ മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി. ആ ഒരൊറ്റ വാചകം മാത്രം മതി സൂറത്തുൽ അൻകബൂത്തിലെ. അവരുടെ പാപങ്ങളോടുകൂടി നമ്മൾ അവിടെ എടുത്തു, അവരെ പിടിച്ചു ശിക്ഷിച്ചു എന്നുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു തന്നിട്ടുള്ള കണ്ണുകൾ കൊണ്ട്, അവൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോൾ അവനെ നമ്മൾ ധിക്കരിക്കുകയാണ്, ഭൂമിയിൽ നമ്മൾ ഫസാദ് ഉണ്ടാക്കുകയാണ്. അതിന് നമ്മൾ ജീവിതത്തിൽ തിരുത്തി നന്ദിയുള്ളവരായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഈ ഒരു ദുരന്തങ്ങൾക്ക് പ്രത്യേകമായ സമയമോ കാലമോ ഇല്ല, നമ്മൾ ആലോചിക്കണം. അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമുൻ. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കെ അവന്റെ ശിക്ഷ വരുന്നതിനെ തൊട്ട് അവർ നിർഭയരായിരിക്കുകയാണോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. അവർ കളിച്ചുകൊണ്ടിരിക്കെ ദുഹാ സമയത്ത് ശിക്ഷ വരുന്നതിന് തൊട്ട് അവർ നിർഭയരാണോ? അള്ളാന്റെ ചോദ്യമാണ്. ഈ ദുരന്തങ്ങൾക്ക് കൃത്യമായ സമയങ്ങളില്ല, കാലങ്ങളില്ല. അതിന് പ്രതിവിധികൾ തേടുക എന്നുള്ളത് നമ്മൾ ഭൗതികപരമായ സംവിധാനങ്ങൾക്കപ്പുറം ആത്മീയമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെ, നമ്മളെ ജീവിതത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങളെ, തിന്മകളെ മാറ്റി അരുതായ്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിയിട്ട് റബ്ബിന്റെ യഥാർത്ഥ അടിമകളായി മാറി പ്രാർത്ഥനകളോടുകൂടി കഴിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അലി അൻഹു പറയുന്നുണ്ട്, കാനഫിൽ അർദി അമാനാനി മിൻ അദാബില്ല. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വാചകമാണ്. കാനഫിൽ അർദി അമാനാനി മിൻ അദാബില്ല. അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്നുള്ള 2 സംരക്ഷണങ്ങൾ ഭൂമിയിലുണ്ട്. ഫറുഫിഅ അഹദുഹുമാ. ആ 2 എണ്ണത്തിൽ ഫറുഫിഅ അഹദുഹുമാ, അതിലൊന്ന് ഉയർത്തപ്പെട്ടു. ഫദൂനകുമുൽ ആഖർ, അതിലുള്ള 2ാമത്തത് നിങ്ങളുടെ കൂടെയുണ്ട്. ഫതമസ്സകൂ ബിഹി, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു 2ാമത്തെ എന്താണ്? ഒന്ന് എന്താണ്? അദ്ദേഹം പറയാണ്, അമ്മൽ മർഫൂ, ഉയർത്തപ്പെട്ടത് എന്താണ്? അത് ഫറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാന്റെ റസൂലാണ്. വ അമ്മൽ ബാഖി മിൻഹുമാ, ആ 2 എണ്ണത്തിൽ നിങ്ങളുടെ കൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞത് ഫൽ ഇസ്തിഗ്ഫാർ, അത് ഇസ്തിഗ്ഫാറാണ്.
വളരെ സിമ്പിളാണ്. അസ്തഗ്ഫിറുല്ലാ എന്ന് ചൊല്ലാൻ, പടച്ചോനെ ഞാൻ ചെയ്ത പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ എന്ന് ചൊല്ലാൻ. സൂറത്തു നൂഹിൽ നൂഹ് അലൈഹിസ്സലാം സമുദായത്തോട് പറഞ്ഞ വാചകം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വജഅൽന. പിന്നെ അവിടെ പറഞ്ഞു സമ്പത്ത്, സന്താനങ്ങൾ, തോട്ടങ്ങൾ ഇതൊക്കെ വർദ്ധിപ്പിച്ചു തരും. മക്കളില്ലാത്തവർ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, മഴയില്ല. അപ്പൊ പറയുന്നു, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. സന്താനങ്ങളില്ലാതെ അടിങ്ങറായി കഴിയാണ്, വിഷമത്തിലാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല, വേറെ ആൾക്കാർ വരികയാണ്, ഓരോരുത്തർ വരികയാണ്, എല്ലാരോടും അസ്തഗ്ഫിറുല്ലാഹ് എല്ലാനെ പറയുന്നത്. അപ്പം കൂടെയുള്ള ശിഷ്യന്മാർ ചോദിക്കാണ്, അല്ല നിങ്ങൾ എല്ലാരോടും ഇതാണല്ലോ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഈ ആയത്ത് വചനങ്ങൾ ഓതി കൊടുക്കാണ്. ഇസ്തിഗ്ഫാർ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിനു ശേഷം യാന്ത്രികമായി വരുന്ന ഇസ്തിഗ്ഫാറിനപ്പുറം രാത്രികളിൽ എഴുന്നേറ്റ് നിന്ന്, രാത്രിയിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിച്ച് റബ്ബിനോട് പാപമോചനം തേടാൻ, ആ സമയത്ത് യൻസിലു തബാറക വ തആല ഇല സമാഇ ദുനിയ, ഈ ഒന്നാം ആകാശത്തേക്ക് വന്നിട്ട് ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് തരാം. ആരാണ് പാപമോചനം തേടാനുള്ളത്, ഞാൻ പാപം പുറത്തു തരാം എന്ന് റബ്ബ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ ആലോചിക്കണം. അവൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ അത് ആസ്വദിച്ച് കഴിയുമ്പോൾ അവന് ധിക്കാരം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിലപ്പുറം ജീവിതത്തെ നന്മ നിറഞ്ഞ, നന്മയുടെ വിളനിലമായി ഓരോ ദിവസത്തെയും മാറ്റാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. ഇങ്ങനെ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കൂടെ ഇസ്തിഗ്ഫാർ കൊണ്ടു നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഅസൂമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു പറയുന്നു, വ ഇന്നി അസ്തഗ്ഫിറുല്ലാ, ഞാൻ അസ്തഗ്ഫിറുല്ലാ ചൊല്ലുന്നുണ്ട് 100 മറ, 100 പ്രാവശ്യം, 60 തവണ, 70, 100 എന്നൊക്കെ പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? നമ്മൾ എവിടെയാണ്? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പല തിന്മകൾ വന്നു പോകുന്ന നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചെയ്യണമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി, റബ്ബിലുള്ള തവക്കുലോടുകൂടി അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ചെയ്തു പോയ തിന്മകൾക്ക് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്കാകണം. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു